ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന യുദ്ധം, അതിൻ്റെ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ശരിയായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു അവലോകനമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്തിൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. അമേരിക്ക ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നടത്തുന്ന യുദ്ധം, ശരിക്കും പറഞ്ഞാൽ ഇറാനല്ല അവരുടെ ശരിയായിട്ടുള്ള ടാർഗറ്റ് എന്നാണ് നമുക്ക് പൊതുവെ ജിയോ പൊളിറ്റിക്കൽ അനാലിസിസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറാൻ എക്സ്ക്യൂസ് ആണ്. അത് ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് ചൈനയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, റഷ്യ, ചൈന, ഇറാൻ, ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഉള്ള ആക്സിസ്, അത് റഷ്യ ഇപ്പോൾ യുക്രൈൻ വാറിൽ ഡ്രാഗ് ചെയ്ത് അതിനകത്ത് ട്രാപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇറാനെ അവർ, നമുക്കറിയാം, കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ മാസത്തിൽ ഒരു പത്ത് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 10-12 ദിവസത്തെ ഒരു ഷോർട്ട് ടൈം വാർ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്കൺ ആയിരുന്നു. ടോക്കൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു, എന്താണ് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ കാണുന്ന യുദ്ധത്തിൻ്റെ, ഇപ്പം നടക്കുന്ന യുദ്ധത്തിന് വേണ്ടിയുള്ളൊരു, എന്താണ്, ഒരു പ്രിപ്പറേഷൻ മാത്രമായിരുന്നു. ഇരു കൂട്ടർക്കും അത് ഒരു വാർ പ്രിപ്പറേഷൻ മാത്രമായിരുന്നു. അപ്പോൾ ഇറാനെ, റഷ്യ, ഈ പറഞ്ഞ ചൈന, ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിലും അല്ലെങ്കിൽ സ്വാധീനമുള്ള സ്റ്റേറ്റ് ഭരണകൂടങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രോക്സീസിനും ഒക്കെ തന്നെ വർഷങ്ങളായിട്ട് വൺ ബൈ വൺ ആയിട്ട് US എൻ്റെ നേതൃത്വത്തിൽ മിഡിൽ ഈസ്റ്റിലാകുമ്പോൾ ഇസ്രായേലും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് വൺ ബൈ വൺ ആയിട്ട് നോക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. സിറിയ, ലിബിയ, ലെബനൻ, യമൻ, ഇങ്ങനെയുള്ള അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഈവൻ പാകിസ്ഥാൻ, അതുപോലെ തന്നെ പ്രോക്സീസ് ആയിട്ടുള്ള ഹിസ്ബുള്ള, ഹൂതീസ്, പിന്നെ ഹമാസ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വാർ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ ടർഫ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെയും ചൈനയുടെയും ഈവൻ ഇറാൻ്റെയും സ്വാധീന മേഖലകളെ വൺ ബൈ വൺ ആയിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ ഒരു, അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൻ്റെ അവസാനം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ യുദ്ധത്തിൻ്റെ അല്ലെ കോൺഫ്ലിക്റ്റിൻ്റെ ഒരവസ്ഥ നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസാണ്. അതായത് ഇറാൻ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന യൂണിപോളാർ ഏകധ്രുവ ലോകം എന്ന് പറഞ്ഞാൽ, അമേരിക്ക പറയുന്നത് അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ ഒരു രാജ്യവും ഈ ലോകത്ത് ഉണ്ടാകാൻ പാടില്ല. ലോകത്തിൻ്റെ എല്ലായിടത്തും അവരുടെ അപ്രമാദിത്യം അല്ലെങ്കിൽ ഹെജിമണി എല്ലാവരും അംഗീകരിക്കണം എന്ന്, ഞങ്ങളായിരിക്കും സൂപ്പർ പവർ അല്ലെങ്കിൽ ഗ്ലോബൽ ലീഡർ എന്നാണ് അമേരിക്കയുടെ വേർഷൻ. അപ്പോൾ അവരുടെ ഗൾഫ് വാർ സമയം മുതൽ നമ്മൾ ഇങ്ങോട്ട് കണ്ടത് ഇതെല്ലാം ഈ പറഞ്ഞ ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ഫേസിലേക്ക് വരുന്നതിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിരുന്നു. അതൊന്നും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഈവൻസ് ഒന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 രാജ്യങ്ങളെ നോക്ക് ഡൗൺ ചെയ്യാനായിരുന്നു അമേരിക്കയുടെ പ്ലാന്. അതായത് ഈ ഇറാഖ്, സിറിയ, ലെബനൻ, ലിബിയ, ഉം, സുഡാൻ, ഇറാന്, പിന്നെ അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ 7 രാജ്യങ്ങളുടെ ലിസ്റ്റായിരുന്നു. അപ്പം ഇറാന്റെ ഡോർ സ്റ്റെപ്പിലേക്ക് യുദ്ധം കൊണ്ടെത്തിക്കാൻ അല്പം കാലതാമസം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്നുവെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ പറഞ്ഞ 7 രാജ്യങ്ങളെ നോക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ നമുക്കറിയാം, വാറും അതിൻ്റെ ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഡൈനാമിക്സ് ഒന്നും അത്ര പെട്ടെന്ന് ഒരു ടീം അല്ലെങ്കിൽ ഒരു വശം വിചാരിക്കുന്ന രീതിയിലൊന്നും അത്ര പെട്ടെന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ പറഞ്ഞ യുദ്ധം റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും നേതൃത്വത്തിലുള്ള അവരുടെ യൂറേഷ്യൻ കോണ്ടിനെന്റൽ ഓർഡർ, അല്ലെങ്കിൽ ഈ ഒരു മൾട്ടിപോളാർ വേൾഡ് എന്നൊക്കെ അവർ പറയുന്ന ഇതിലേക്കുള്ള റഷ്യയുടെയും ചൈനയുടെയും പ്രത്യേകിച്ചുള്ള നേതൃത്വത്തിലുള്ള ആ വലിയൊരു മൂവ്മെന്റിനെ അല്ലെങ്കിൽ വലിയൊരു ജിയോ പൊളിറ്റിക്കൽ, എന്താണ് പറയുന്നത്, മൂവ്മെന്റിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ നമ്മൾ ഇറാനെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നു. അതിനുശേഷം യുദ്ധം ചൈനയുടെ പടിവാതിക്കലെത്താനുള്ള സാധ്യത അതിവിദൂരമല്ല. പക്ഷേ പക്ഷേ ലോങ് ടൈം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇറാന് വേണ്ടിയല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറാനെതിരെ ചെയ്യുന്ന യുദ്ധം
ഇറാൻ ഒരു ജസ്റ്റിഫിക്കേഷൻ മാത്രമാണ്. ചൈനയാണ് ശരിക്കുള്ള അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ മിലിറ്ററി ജിയോ പൊളിറ്റിക്സ് ശരിക്കും റീസ്ട്രക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഇറാൻ ഈ പറഞ്ഞ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ അവിടെ മറ്റവരുടെ പ്രോക്സീസിനെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല വിഷയം. അതൊക്കെ വെറും എന്താ പറയുന്നത്, യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അവർ തിരഞ്ഞ് ചൂസ് ചെയ്യുന്ന ചില പ്രൊപ്പഗണ്ട മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ലോങ് ടേം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയായിട്ടുള്ള കോൺഫ്രണ്ടേഷൻ ആണ്. അങ്ങനെ ചൈന നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ ചൈന റഷ്യയും കൂടെ ഒരുമിച്ച് നേതൃത്വം കൊടുക്കുന്ന കോണ്ടിനെന്റൽ യുറേഷ്യൻ യൂറോലാൻഡ് എന്നൊക്കെ സെൻട്രൽ ഏഷ്യ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു വൻ ജിയോ പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക ഇത് നമുക്കറിയാം, വേൾഡ് ട്രേഡ് സെന്റർ ബോംബിംഗ് ഉണ്ടായതിനു ശേഷം വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ വെസ്റ്റ് ഏഷ്യയിലും മാസീവായിട്ടുള്ള അവരുടെ മിലിറ്ററി ഡിപ്ലോയ്മെന്റുകളൊക്കെ തന്നെ റീഡിപ്ലോയ്മെന്റ് ഒക്കെ തന്നെ നടത്തുകയും ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം അവരെ വൺ ബൈ വൺ ആയിട്ട് ഗ്രാജുവലി ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, സൗദി, UAE ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ മാത്രമല്ല, വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന എൻ്റെ റീജിയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾ മാത്രമേ ഉള്ളൂ അവിടെ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ മിലിറ്ററി ബേസുകളെല്ലാം സ്ഥാപിക്കുകയും അവിടെ അമേരിക്ക വളരെ ശക്തമായിട്ടുള്ള അവരുടെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ടെറർ എന്ന് പറയുന്ന ഒരു സാധനം അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള, റിസോഴ്സ് കൊണ്ട് ഫലഭൂയിഷ്ടമായിട്ടുള്ള, ഈവൻ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മുതൽ അങ്ങോട്ട് ഉം, റഷ്യ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, സെൻട്രൽ ഏഷ്യ, യൂറേഷ്യ എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ പ്രദേശമൊക്കെ തന്നെ വളരെ വാസ്റ്റായിട്ടുള്ള എനർജി, പിന്നെ മിനറൽ റിസോഴ്സിന്റെ എനർജിയുടെ ഒക്കെ മുകളിൽ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ലോജിസ്റ്റിക്സ് അല്ല, ഈ ട്രേഡ് റൂട്ട്സ് ഇതിൻ്റെയൊക്കെ മുകളിൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള കൺട്രോളും ഇൻഫ്ലുവൻസും ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കുക, അല്ലെങ്കിൽ ഉള്ളത് നിലനിർത്തുക. റഷ്യക്കും ചൈനയ്ക്കും അതിനകത്ത് യാതൊരു സാധനവും ഉണ്ടാകരുത് എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ ഇറാഖ് മുതലുള്ള ഗൾഫ് വാർ മുതലുള്ള ഈ നമ്മൾ കാണുന്ന കാഴ്ചകളും, പിന്നെ അവർ ഈ പറഞ്ഞ ഏരിയയിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള മിലിറ്ററി ബേസുകൾ സ്ഥാപിക്കുകയും മിലിറ്ററി ഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അവരുടെ സൈനികമായിട്ടുള്ള വിന്യാസം എല്ലാം നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ അല്ലായിരുന്നു ടാർഗറ്റ് എന്നുള്ളതാണ് അതിൻ്റെ സം ടോട്ടൽ. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ തെഹ്റാനെതിരെ അല്ലെങ്കിൽ ഇറാനെതിരെയുള്ള ഈ പടയൊരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതേ ലക്ഷ്യം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഇസ്രായേൽ അമേരിക്കയുടെ പ്രോക്സിയായിട്ട് നിൽക്കുന്നതാണ് മിഡിൽ ഈസ്റ്റിൽ. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് അമേരിക്കൻ കൊളോണിയലിസത്തിന്റെ ഇമ്പീരിയലിസത്തിന്റെ ഒരു ഔട്ട് പോസ്റ്റ് മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനിയും ഇറാൻ അല്ല അവരുടെ ലക്ഷ്യം. ഇറാൻ എന്തുവായാലും നമുക്കറിയത്തില്ല, യുദ്ധത്തിന്റെ ഗതിവിഗതികൾ നമുക്കറിയാൻ സാധിക്കത്തില്ല. പക്ഷെ ഇറാൻ അത്ര ഒരു എന്താണ് അത് അങ്ങനെ നെഗ്ലക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പവറോ അല്ലെന്നുള്ളതിന് നമുക്ക് ഇപ്പം നേരത്തെയുള്ള യുദ്ധത്തിലും മനസ്സിലായിട്ടുണ്ട്, ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പം യുദ്ധം കൂടുതൽ, കാരണം ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്തായാലും ഫൈനൽ ഫേസ് ആണ് നല്ലത്. കാരണം ഇനിയും ഒരു പിന്നെ വെടിനിർത്തൽ, ഒരു സീസ് ഫയർ ഉണ്ടായിട്ട് പിന്നെ വീണ്ടും ഇറാനെതിരെ ഒരു പടയൊരുക്കം കുറേ മാസങ്ങൾക്ക് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഏതായാലും ഇത് ഡിസിസീവായിട്ടുള്ളൊരു യുദ്ധം ആയി തീരാനാണ് നമുക്ക് സാധ്യത കാണുന്നത്. ഇതിനകത്തിലൊരു തീരുമാനം എന്തായാലും ഉണ്ടാകും രണ്ടു വശത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ പറഞ്ഞാൽ. കാരണം യുദ്ധം അത്രയ്ക്ക് വൈഡ് സ്പ്രെഡ് ആയി കഴിഞ്ഞു. വൈഡ് സ്പ്രെഡ് ആയി സ്ഥിതിക്ക് തീർച്ചയായിട്ടും കൂടുതൽ രാജ്യങ്ങൾ ഇതിനകത്തിലേക്ക് ഈ പറഞ്ഞ ഇറാന്റെ ഭാഗത്തല്ല ഞാൻ പറയുന്നത്, മറുഭാഗത്ത് കൂടുതൽ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യുറേഷ്യ എന്നുള്ള വലിയ ചൈനയുടെയും റഷ്യയുടെയും പ്രോജക്റ്റ് നമ്മൾ ഈ ഇൻഫോഗ്രാഫിക്സിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ INSTC എന്ന് പറയുന്ന, കാരണം ഇനിയുള്ള യുദ്ധങ്ങൾ മൊത്തം എന്ന് പറഞ്ഞാൽ ഈ കോറിഡോഴ്സിന്, ട്രേഡ് റൂട്ടിന് വേണ്ടി, എനർജി കോറിഡോഴ്സിന് വേണ്ടിയും ട്രേഡ് റൂട്ടിന് വേണ്ടിയും, പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ റിസോഴ്സിന് വേണ്ടിയാണ് യുദ്ധങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഗേറ്റ് വേ ആണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇറാൻ്റെ മുകളിൽ ആർക്ക് ആധിപത്യം കിട്ടുന്നോ
ആ രാജ്യങ്ങൾക്കാർ ആ രാജ്യങ്ങൾക്കാണ് ഈ പറഞ്ഞ ഗ്ലോബൽ ട്രേഡും അല്ലെങ്കിൽ ഗ്ലോബൽ റിസോഴ്സും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പം അതിനുവേണ്ടിയുള്ള ശരിക്കും പറഞ്ഞാൽ ബാറ്റിലാണ്, അല്ലെങ്കിൽ യുദ്ധമാണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പ്രോക്സീസിനെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ വെറും എന്താണ് അത്? അതൊന്നുമല്ല ശരിക്കും പറഞ്ഞുള്ള കാരണങ്ങൾ എന്നല്ല. അതൊക്കെ പുറത്ത് പറയുന്ന കാരണങ്ങൾ മാത്രമാണ് എപ്പോഴും യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനോ പറഞ്ഞത്. അപ്പൊ യുറേഷ്യ എന്ന് പറഞ്ഞ സെൻട്രൽ ഏഷ്യൻ ആം, ഏരിയ, അല്ലെങ്കിൽ ഈസ്റ്റ് യൂറോപ്പ്, ഈ പറഞ്ഞ റഷ്യ ഉൾപ്പെടുന്ന ചൈന, ചൈനയുടെയൊക്കെ ഏറ്റവും എന്താണ് അത്, അവരുടെ സിൽക്ക് റൂട്ടൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ തന്നെ ഈ പറഞ്ഞ കേന്ദ്രീകൃതമായിരിക്കുന്ന ഈ പറഞ്ഞ ഏരിയ ബേസ് ചെയ്തിട്ടാണ്. മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ, പറഞ്ഞ സെൻട്രൽ ഏഷ്യ ഒക്കെ തന്നെ. അപ്പൊ അതിനെ പരുവപ്പെടുത്തി എടുക്കുക, രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് റഷ്യയും ചൈനയും ചെയ്യുന്നത്. റഷ്യയുടെ മാസീവായിട്ടുള്ള മിലിറ്ററി പവറും ചൈനയുടെ മാനുഫാക്ചറിങ് പവറും, പിന്നെ അതുപോലെ തന്നെ ഇറാൻ ഈ പറഞ്ഞ എനർജിയുടെ കാര്യത്തിൽ റഷ്യയുടെയും ഇറാൻ്റെയൊക്കെ എനർജി റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആണ് ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഈ പറഞ്ഞൊരു മൂവ്മെന്റ് ശരിക്കും ആഹ്, എന്താണ് മുന്നോട്ട് അവർ ചൈനയും റഷ്യയും തമ്മിൽ അതിനെ സ്ട്രക്ചർ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അത് മൾട്ടിപോളാർ വേൾഡിനാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അതിനെ സമ്മതിക്കത്തില്ല. കാരണം അവരുടെ അപ്രമാദത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഇമ്പീരിയൽ അംബീഷനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ നശിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നൂറ്റാണ്ടുകളായിട്ട് അമേരിക്കയ്ക്ക് മുമ്പ് അമേരിക്കയുടെ പിന്നെ ഈ മുൻപുള്ള ബ്രിട്ടീഷ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ മാരിടൈം, കടലിനെ അല്ലെങ്കിൽ സമുദ്രത്തെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും അമേരിക്കയും ആയാലും മുമ്പുള്ള ബ്രിട്ടനൊക്കെ അവർ വലിയ മാരിടൈം പവേഴ്സ് ആയിരുന്നു, സീ പവേഴ്സ്. അതായത് കടൽ കടന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തും ചെല്ലാനും ട്രേഡ് നടത്താനും യുദ്ധം ചെയ്യാനും വെട്ടിപ്പിടിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ തന്നെ കഴിവുള്ള സാമ്രാജ്യ ശക്തികളായിരുന്നല്ലോ ബ്രിട്ടൻ. അതിനുശേഷം ബ്രിട്ടന്റെ പകരക്കാരനായിട്ട് വന്ന അമേരിക്കയൊക്കെ തന്നെ. അപ്പം നൂറ്റാണ്ടുകളായിട്ട്, അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിന് മുകളിലായിട്ട് അമേരിക്കയുടെ പ്രൈമസി, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പിന്നെ എന്താണ് പറയുന്നത്, നേതൃത്വം എന്ന് പറഞ്ഞാൽ അവരുടെ കമാൻഡ് ഓഫ് ദി സീസ് ആണ്. അതുകൊണ്ടാണല്ലോ അവരുടെ നേവൽ പവർ ഒക്കെ നമുക്ക് ലോകത്തിൽ എവിടെയും റീച്ച് ഉള്ളത്. ഗ്ലോബൽ സെവൻത് ഫ്ലീറ്റ്, 7 ഫ്ലീറ്റ് ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ, ഇന്ന് വരെ ലോകം കാണാത്ത ഏറ്റവും വലിയ പവർ ഉള്ളൊരു സാമ്രാജ്യമായിട്ടാണല്ലോ അമേരിക്ക നിൽക്കുന്നത്. സെവൻത് ഫ്ലീറ്റ്, അതുപോലെ തന്നെ ചെക്ക് പോയിന്റ്സ് എല്ലാം കണ്ടുപിടിച്ചു. ചെക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സോറി, ചെക്ക് പോയിന്റ്സ് അല്ല, ചോക്ക് പോയിന്റ്സ്. നമ്മളിപ്പം ഈ ഹോർമൂസ് കടലിടുക്ക്, അല്ലെങ്കിൽ മലാക്ക സ്ട്രൈറ്റ്, ഇതുപോലുള്ള ചോക്ക് പോയിന്റ്സ് ഉണ്ട്. ഷിപ്പിംഗ് ലൈൻസ്, ചോക്ക് പോയിന്റ്സ്, അതുപോലെ തന്നെ മാരിടൈം ട്രേഡ്, ഇതെല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. റഷ്യക്ക് പോലും അത്രയും റീച്ച് ഇല്ല. റഷ്യയുടെ നേവിക്ക് അത്രയും ഗ്ലോബൽ റീച്ച് ഒന്നുമില്ല. അമേരിക്കൻ നേവിക്ക് മാത്രമേ ഉള്ളൂ അത്രയും റീച്ച്. ഈവൻ ബ്രിട്ടീഷ് നേവിക്ക് പോലും ഉണ്ട് തീർച്ചയായിട്ടും. റഷ്യക്കുള്ളതിനേക്കാളും റീച്ച് ബ്രിട്ടീഷ് നേവിക്കുണ്ട്. അത് അമേരിക്കയുടെ ഒപ്പം നിന്ന് അവര് വൺ ആൻഡ് സെയിം ആണ്, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഭാഗമാണ്. നമുക്ക് അതിൽ വേർതിരിച്ച് കാണാൻ സാധിക്കില്ല. ആംഗ്ലോ അമേരിക്കൻ എന്ന് പറയുന്നത് നമ്മൾ ആ സംവിധാനത്തിന്റെ പേരാണ് പറയുന്നത്. അപ്പൊ ചൈനയുടെയും റഷ്യയുടെയും സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒക്കെ, അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ ഈ അവരുടെ മാരിടൈം പവറിനെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ലോക ശക്തിയെ, അല്ലെങ്കിൽ ലോക സാമ്പത്തിക ക്രമത്തെ ന്യൂട്രലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിനെ മറികടന്നിട്ട് ഈ ലാൻഡ് മാസ് എന്ന് വെച്ചാൽ കോണ്ടിനെന്റൽ മാസ് ഓഫ് യുറേഷ്യ എന്ന് ഈ പറഞ്ഞ സെൻട്രൽ ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഒക്കെ വരുന്ന ലാൻഡിൽ കൂടെ, അതായത് ഭൂപ്രദേശത്ത് കൂടെ കാരണം കടലില് അവർക്ക് പറ്റത്തില്ല, റഷ്യക്കും ചൈനയ്ക്കൊന്നും പറ്റത്തില്ല. കാരണം അത് ഓൾറെഡി പാശ്ചാത്യ അമേരിക്കയുടെ ഒക്കെ കൈപ്പിടിയിൽ ഒതുങ്ങി കഴിഞ്ഞു, സീ അല്ലെങ്കിൽ ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എല്ലാ മുക്കിലും മൂലയിലും അമേരിക്കയുടെ നേവിയൽ പവർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും മാരിടൈം ഏരിയ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ചൈനയ്ക്കും അല്ലെങ്കിൽ റഷ്യക്കും ഇനിയും അതിനകത്തുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈവൻ ഇന്ത്യൻ ഓഷ്യനിൽ പോലും നമുക്കറിയാം, ഇന്ത്യൻ ഓഷ്യനിൽ പോലും ചൈനയെക്കാളിലും കൂടുതൽ സ്വാധീനം ഇന്ത്യക്കാണ്, പവർ ഉള്ളത് ഇന്ത്യക്കാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ചൈനയ്ക്ക് പറയത്തക്ക നേവൽ മാരിടൈം പവറൊന്നുമില്ല. അപ്പം അതിന് ഒരു യുറേഷ്യൻ ലാൻഡിൽ കൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ കോണ്ടിനെന്റൽ ലാൻഡിനെ എല്ലാം ബന്ധിപ്പിച്ചിട്ട് അവർ വലിയ ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അവരുടെ മാരിടൈം ഇതിന് പകരമായിട്ടുള്ള ട്രേഡ് റൂട്ടും, അല്ലെങ്കിൽ എനർജി സപ്ലൈ, അതാണല്ലോ പൈപ്പ് ലൈൻ്റെ ഒക്കെ ജിയോ പൊളിറ്റിക്സ്, പൈപ്പ് ലൈനിന് വേണ്ടിയുള്ള വാറുകളും അല്ലെങ്കിൽ ഒക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ലോജിസ്റ്റിക്സ്, ട്രേഡ് റൂട്ട്,
പിന്നെ ഈ പറഞ്ഞ ഉം, ട്രാൻസിറ്റ് ട്രാൻസിറ്റ് ഒരു രാജ്യത്തൂടെ കടന്നു പോകുന്ന പൈപ്പ് ലൈൻ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുപോകുക, ട്രേഡ് കൊറിഡോർസ് കൊണ്ടുപോകുക, ഇടനാഴികൾ. അപ്പോൾ ഇതിനു വേണ്ടിയാണ് റഷ്യയും ചൈനയും അവരുടെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മിക്സ്ഡ് ആണ്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ചൈനയെ എതിർക്കുന്ന ക്വാറിലും ഉണ്ട്. എന്നാൽ ചൈനയും ഇന്ത്യ റഷ്യയോട് ഒരുമിച്ചുള്ള ആക്റ്റീവായുള്ള ബ്രിക്സിലും ഉണ്ട്. ഷാങ്ഹായ് സെക്യൂരിറ്റി കോർപ്പറേഷനിലും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് ഇന്ത്യ പറഞ്ഞിട്ട്. കൃത്യമായിട്ടൊരു പോളിസിയുടെ ഒരു നയപരമായിട്ട് നമുക്കൊരു നിലപാടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സ് ഒന്നും വലിയ റിലവൻസ് ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയുള്ളൊരു ഏഹ്, അതിനേക്കാളൊക്കെ വളരെ പവർഫുൾ ആയിട്ട് ഇപ്പം ഇറാൻ ഉണ്ടെന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത്രയും രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്തിട്ടും അതിനെ ഒറ്റയ്ക്ക് ഇന്ന് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിന് മാത്രമേ, സിസ്റ്റത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ യൂറോ ലാൻഡിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ യൂറേഷ്യൻ കോണ്ടിനെന്റൽ സിസ്റ്റത്തിന് വേണ്ടിയാണ് റഷ്യയും ചൈനയും ശ്രമിക്കുന്നത്. അത് മറ്റേ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ മാരിടൈം പവറിനെ ന്യൂട്രലൈസ് ചെയ്യാനും, അല്ലെങ്കിൽ അതിൻ്റെ റിലവൻസിനെ ഇല്ലാതാക്കി ഭൂപ്രദേശത്തോടു കൂടി ലാൻഡിൽ കൂടെ ഈ പറഞ്ഞ ട്രേഡ് റൂട്ടും അല്ലെങ്കിൽ എനർജി കോറിഡോഴ്സും ട്രേഡ് കോറിഡോഴ്സും ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ റെയിൽവേ പൈപ്പ് ലൈൻ, അതുപോലെ തന്നെ ഓവർലാൻഡ് കോറിഡോഴ്സ്, ഇതൊക്കെ തന്നെ അവർ ചൈനയും റഷ്യയും ലക്ഷ്യമാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പം അമേരിക്ക മറ്റേ എയർക്രാഫ്റ്റ് കാരിയേഴ്സുകളുടെ നേവൽ പവറിനെ ഉപയോഗിച്ച് ബ്ലോക്കേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്കറിയാം നേവൽ ബ്ലോക്കേഡ്, മലാക്ക സ്ട്രേറ്റ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. ഇതൊക്കെ ഈ എനർജിയും മറ്റ് മെർച്ചൻഡൈസും ഒക്കെ പോകുന്ന ഷിപ്പിംഗ് റൂട്ടുകളാണ്, ട്രേഡ് റൂട്ടാണ് കടലിൽ കൂടെ. അപ്പോൾ അത് അമേരിക്കയുടെ പിന്നെ ഭീഷണിക്ക് മുൻപിൽ എല്ലാ രാജ്യങ്ങൾക്കും വഴങ്ങേണ്ടി വരും. കാരണം ഏത് സ്ഥലവും അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരുടെ നേവൽ പവർ ഉപയോഗിച്ച് ഏത് രാജ്യത്തെ അവർക്ക് ഭീഷണിപ്പെടുത്താനും. അത് പണ്ട് ബ്രിട്ടന്റെ സമയത്ത് തന്നെ ഗൺ ബോട്ട് ഡിപ്ലോമസി എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ നേവിയെ ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ വരുതിയിലാക്കുക. ഇതൊക്കെ തന്നെ ആണ് ഇപ്പോഴും അമേരിക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്ന് ആണ് ഈ ചൈനയും റഷ്യയൊക്കെ തന്നെ ഈ പറഞ്ഞ ഈ സിൽക്ക് റൂട്ട്, അല്ലെങ്കിൽ അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നൊക്കെ പറയുന്ന. അപ്പോൾ അത് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേ, അതുപോലെ തന്നെ പൈപ്പ് ലൈന്, പിന്നെ ഓവർലാൻഡ് കൊറിഡോർസ്, ട്രേഡ് കൊറിഡോർസ്, ഇതൊക്കെ തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. അപ്പം ചൈന പാകിസ്ഥാനിൽ ചെയ്യുന്ന സീപ്പക്കൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിനെയൊക്കെ അട്ടിമറിക്കാനാണ് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അമേരിക്ക ബലൂചിസ്ഥാൻ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനല്ല ടാർഗറ്റ്, ചൈനയാണ് അവിടെയും ടാർഗറ്റ് നമുക്കറിയാം. കാരണം സീപെക്ക് തകർക്കുക എന്നുള്ളത് ഈ പറഞ്ഞ വലിയ ചൈനയുടെയും റഷ്യയുടെയും കോണ്ടിനെന്റൽ, ഈ പറഞ്ഞ യൂറേഷ്യൻ വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. അത് തീർച്ചയായിട്ടും അതിനെ സബട്ടൈസ് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും, ഈവൻ ഇന്ത്യയും അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ എനിമി പാകിസ്ഥാൻ ആയതുകൊണ്ടും, അതുപോലെ തന്നെ ചൈന ഈ പറഞ്ഞ നമ്മളുടെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് പോ POK കൂടാണല്ലോ അവരുടെ ഈ സീപെക്ക് പോകുന്നത്. അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും സമ്മതിക്കാനും പറ്റത്തില്ല. അപ്പം ചൈന അല്ലെങ്കിൽ ഓൾറെഡി റഷ്യയെ വാറിൽ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. ആ യുദ്ധം എപ്പോൾ തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് അമേരിക്ക ഒരിക്കലും അതിന് താല്പര്യപ്പെടുന്നില്ല. കാരണം റഷ്യയെ വാറിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ റഷ്യയെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം റഷ്യയും ചൈനയാണല്ലോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം റഷ്യയുടെ മിലിറ്ററി പവറും അതുപോലെ തന്നെ ചൈനയുടെ മാനുഫാക്ചറിങ് ഇക്കണോമിക് പവറോടെ സംയോജിപ്പിച്ചിട്ടാണ്, അതുപോലെ ഇറാൻ്റെയും ഒക്കെ തന്നെ എനർജി പിന്നെ റിസോഴ്സ് ഒക്കെ ഉപയോഗിച്ചാണ് ഈ പറഞ്ഞ വലിയ മൂവ്മെൻറ്റിന് ഉള്ള ഒരു എന്താണ് ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചൈന ഈ പറഞ്ഞ ഫാസ്റ്റ്, സെക്യൂർ, അതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവ് കോണ്ടിനെൻ്റൽ റൂട്ട്സ്, ഈ പറഞ്ഞ നമ്മൾ റെയിൽവേ പൈപ്പ് ലൈൻ ഒക്കെ തന്നെ, മറ്റേ മോഡേൺ സിൽക്ക് റോഡ് അവർക്ക് സ്ട്രക്ചർ ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ പവർ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, അമേരിക്കയുടെ ശരിക്കുള്ള പവർ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, അവരുടെ നേവൽ പ്രസൻസ് ആണ്, എല്ലാവരുടെയും നേവൽ ഡോമിനൻസ് ആണ്. എന്നുവെച്ചാൽ കടൽ മൊത്തം അവരുടെ കയ്യിലാണ്. കടൽ മൊത്തം അവരുടെ കയ്യിലാണ്. മറ്റൊരു രാജ്യത്തിനും ഈ ലോകത്ത് ഒരു വോയിസും ഇല്ല, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പരിപാടി നടക്കത്തില്ല. അപ്പം അതിനെ തകർക്കുക എന്നുള്ളതാണ് ചൈനയുടെയും റഷ്യയുടെയും ലക്ഷ്യം. അപ്പം അതിന് ചൈനയും റഷ്യയും ഈ പറഞ്ഞ മോഡേൺ സിൽക്ക് റോഡ്, അല്ലെങ്കിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് തകർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളെ
വൺ ബൈ വൺ ആയിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അപ്പം അതിനുവേണ്ടി അമേരിക്ക പ്രോക്സീസിനെ ഓരോ റീജിയനിലും പ്രോക്സീസിനെ വെച്ചിട്ടുണ്ട്. ഇപ്പം യൂറോപ്പിലാണെങ്കിൽ ജർമ്മനി ഉണ്ട്. ഇപ്പം യുക്രൈനെ പ്രോക്സിയായിട്ട് ഉപയോഗിച്ചാണ് റഷ്യ ആയിട്ട് വാർ നടത്തുന്നത്. ഇപ്പം ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ പ്രോക്സിയാണ്. ഏത് രാജ്യത്തിനെതിരെ ഉപയോഗിക്കാൻ ഇസ്രായേൽ അവിടെ ഉണ്ട്. ഇനിയിപ്പം ഇറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ അടുത്ത ഏത് രാജ്യമാകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അടുത്ത ഏത് രാജ്യത്തിനെതിരെ ആയിരിക്കും ഇസ്രായേലിൻ്റെ പിന്നെ ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അപ്പോൾ ചൈന ഇതിനകത്ത് വിജയിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ നേവൽ ഡോമിനൻസിനും അവരുടെ ആ നേവൽ ഡോമിനൻസിൻ്റെ മുകളിൽ അവർ പൊക്കിയിട്ടുള്ള ലോക സാമ്രാജ്യത്തിന് വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടാകുകയും അത് വളരെയധികം എന്താണ് വളരെ ഗണ്യമായ തോതിൽ അവർക്ക് ആ ഡോമിനൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അമേരിക്കയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും വെസ്റ്റ് ഏഷ്യയിലും ഒക്കെ തന്നെ. എന്നുവെച്ചാൽ ചൈനയ്ക്കും റഷ്യയ്ക്കും സ്വാധീനമുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വൺ ബൈ വൺ ആയിട്ട് ഇല്ലാതാക്കുക, ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കൊമേഴ്സും ലോകത്തിന്റെ കൊമേഴ്സും എനർജിയും സപ്ലൈ ചെയിനും ഒക്കെ തന്നെയാണ്. ചൈനയും റഷ്യയും വിചാരിക്കുന്ന പോലെ തന്നെ ലാൻഡിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ സീ പവറിന് വലിയ പ്രാധാന്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല, അത് ലെസ് റിലവൻ്റ് ആകും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ അമേരിക്ക ഇപ്പോൾ വളരെ ശക്തിയോടുകൂടി തന്നെ, ഇല്ല നമ്മൾ പറഞ്ഞില്ലേ ഈ ലാസ്റ്റ് റിസോർട്ടായിട്ട്. കാരണം ഇറാനുമായിട്ടുള്ള ഇപ്പോഴത്തെ യുദ്ധം ഞാൻ പറഞ്ഞു വളരെ ഡിസിസീവാണ്. ഇനി അത് ഒരു കുറച്ച് ദിവസം യുദ്ധം കഴിഞ്ഞ് പിന്നെ നിർത്തിയിട്ട് സീസ് ഫയർ നടത്തിയിട്ട് വീണ്ടും ഇറാനെതിരെ ഒരു യുദ്ധത്തിന്, എന്നുവെച്ചാൽ കഴിഞ്ഞ ജൂണിലോ ജൂലൈയിലോ യുദ്ധം ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും മാസം 5-6-7 മാസം കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധം തുടങ്ങിയ പോലെ വീണ്ടും ഇനി അടുത്തൊരു പാർട്ട് യുദ്ധം നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇതൊരു ഡിസിസീവായിട്ടുള്ള ഫേസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് കാണുന്നത് തന്നെയല്ലോ. കാരണം ഇറാനെ അവരെ ആക്രമിക്കാൻ വേണ്ടി എത്രയോ നാളുകളായിട്ട് അമേരിക്ക പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് ആദ്യം അവരുടെ പ്രോക്സീസിനെയൊക്കെ തന്നെ പതുക്കെ പതുക്കെ ഡീസ്റ്റബിലൈസ് ചെയ്യുക. ഹിസ്ബുള്ള, ഈ ഹൂത്തീസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതുവരെ അവരൊന്നും ട്രിഗർ ആയിട്ടില്ല. ഇറാന് വേണ്ടി ഹിസ്ബുള്ളയും ഹൂത്തീസും ഒന്നും രംഗത്തോട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ യുദ്ധം വളരെ ഡിസിസീവായിട്ടുള്ള ഫേസിലാണ്. ഇനി ഇതിനെ റോൾ ബാക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പറഞ്ഞ കാരണം കൊണ്ട് സെൻട്രൽ ഏഷ്യ, അതിന് സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ സറൗണ്ടിങ് സോൺസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൻ്റെ എല്ലാ തിയേറ്റേഴ്സും നമുക്ക് ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു പിന്നെ ട്രാൻസിറ്റ് ഹബ്ബ് മാത്രമല്ല. ട്രാൻസിറ്റ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ എനർജിയും പിന്നെ മറ്റ് വ്യാപാരങ്ങളും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ട്രാൻസിറ്റ് സോൺ മാത്രമല്ല. നമുക്കറിയാം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെയധികം റിസോഴ്സ്ഫുൾ ആണ്, വിഭവങ്ങളാൽ സമൃദ്ധമാണ്. വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് നമുക്കറിയാം ഗ്യാസും ഓയിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സെൻട്രൽ ഏഷ്യൻ പ്രദേശത്തൊക്കെ ഇഷ്ടം പോലെ മിനറൽസ്, അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റയർ എർത്ത്, സ്ട്രാറ്റജിക് മെറ്റൽസ്, അതുപോലെ സെമി കണ്ടക്ടേഴ്സിന് വേണ്ട എനർജി ഇൻപുട്സ്, സെമി കണ്ടക്ടേഴ്സ്, ബാറ്ററീസ്, ഈ എയറോസ്പേസ് സിസ്റ്റത്തിന്, അതുപോലെ നെക്സ്റ്റ് ജനറേഷൻ വെപ്പൺസിന് എന്ന് വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ, അമേരിക്ക പോലുള്ള രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ഒക്കെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള, ഈവൻ ചൈനയുടെ ഒക്കെ തന്നെ മുമ്പോട്ടുള്ള അവരുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാത്തരം മിനറൽസും റിസോഴ്സും അടങ്ങിയിട്ടുള്ള വലിയൊരു ഭൂപ്രദേശമാണ് സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റും എനർജി. അപ്പം ഇതിൻ്റെയൊക്കെ മുകളിൽ അവർക്ക് ആർക്ക് സ്വാധീനം കിട്ടുന്ന ആ രാജ്യമായിരിക്കും ഇനിയും ഉള്ള ലോകത്ത് ലീഡർ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പം അതിനുവേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള സ്ട്രഗിളാണ് അല്ലെങ്കിൽ ബാറ്റിലാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതുവരെ കണ്ട ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അതിനകത്തിൽ സബ്സിഡറി റോൾസും ഉള്ള, ഈവൻ ഇറാൻ പോലും വന്നല്ലോ, സെക്കൻഡറി റോള് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇറാനല്ല ലക്ഷ്യം. ഇനിയിപ്പം റഷ്യ യുദ്ധത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ഇറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ അതിനൊരു സെറ്റിൽമെന്റ് ഉണ്ടാകുകയാണെങ്കിൽ, അമേരിക്ക ഇസ്രായേലൊക്കെ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സെറ്റിൽമെന്റ് ഇറാനിൽ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇറാനുമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ, തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചൈന എന്നുള്ളൊരു തിയേറ്റർ ഓഫ് വാർ ആയിരിക്കും, അല്ലെങ്കിൽ വാർ ഫ്രണ്ട് ആയിരിക്കും. അതിൻ്റെ ട്രിഗർ അവിടെ ഉണ്ടല്ലോ ഓൾറെഡി. ഏതാണ് പിന്നെ തായ്വാൻ എന്ന് പറഞ്ഞ ട്രിഗർ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റിസോഴ്സിൻ്റെ ഒക്കെ മുകളിൽ കൺട്രോൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഇൻഡസ്ട്രിയൽ പവറിനുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.
കാരണം ഇപ്പൊ ചൈനയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ ചൈന ഈ പറഞ്ഞ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ലക്ഷ്യത്തെ ചൈനയ്ക്ക് തകിടം മറിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിസോഴ്സിന്റെ ഒക്കെ മുകളിൽ ചൈനയ്ക്ക് ആധിപത്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഓൾറെഡി നമുക്കറിയാം ഇപ്പൊ പല മേഖലകളിൽ അവരിപ്പം വളരെ ഡോമിനന്റ് ആയി കഴിഞ്ഞില്ലേ, റയർ എർത്ത് അതുപോലുള്ള ക്രിട്ടിക്കൽ മിനറൽസിന്റെ കാര്യത്തിലാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് അമേരിക്ക അവിടെ നിന്ന് കഷ്ടപ്പെടുന്നതാണ് ശരി. കാരണം ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അമേരിക്ക പുറകോട്ട് പോയി കഴിഞ്ഞു. കാരണം കഴിഞ്ഞൊരു 10-15 വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യല്ല. ഇത് ഇപ്പൊ ഇന്ത്യ ആയാലും അമേരിക്കയൊക്കെ തന്നെ ആയാലും ഒരു 10-15 വർഷം മുമ്പ് തന്നെ ഈ പരിപാടികൾ തുടങ്ങേണ്ടതായിരുന്നു. കാരണം ചൈന ഇത്രയും വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ കൈയും കാലിട്ട് അടിക്കാന്ന് പറഞ്ഞാൽ അത് ഇനി എത്രത്തോളം അത് വർക്കൗട്ട് ആകും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പൊ ഈ പറഞ്ഞ റിസോഴ്സിന്റെ മുകളിൽ ആധിപത്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഇൻഡസ്ട്രിയൽ പവറിന്റെ പിന്നെ എന്താണത് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള റൈവലറിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ അത് നമുക്ക് മറുഭാഗത്തിന് കിട്ടാതെ അതിനെ തടയുക എന്നുള്ളതാണ് ഈ രണ്ട് കൂട്ടരുടെയും ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടിയുള്ള യുദ്ധങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഇറാന്റെ മുകളിൽ അമേരിക്കയ്ക്ക് ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ ഇറാനിൽ നിന്നും ചൈനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓയിലിന്റെ എല്ലാം ഫ്ലോയിൽ നിൽക്കും. അപ്പൊ അങ്ങനെ ചൈനയുടെ വലിയൊരു, കാരണം നമുക്കറിയാം ഓയിൽ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഇതുവരെ അവർക്ക് ഇഷ്ടം പോലെ അബൻഡന്റ് ആയിട്ട് വളരെ ഇഷ്ടം പോലെ ചൈനയിൽ നിന്ന് റഷ്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചൈനയുടെ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്സിന് അത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അമേരിക്കയ്ക്ക് ഇറാന്റെ മുകളിൽ ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ഇറങ്ങുന്നത് നടക്കത്തുള്ളൂ. അപ്പൊ ഇതുവരെ ചൈനയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രിവിലേജ് ചീപ്പായിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ വളരെ പിന്നെ എന്താ പറയുന്നത് വൻ തോതിൽ കിട്ടിക്കൊണ്ടിരുന്ന ഓയിലിന്റെ ഫ്ലോ കുറയാം. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഇതുപോലൊരു സോഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി ആണ് അമേരിക്ക ശ്രമിക്കുന്നത്, ഇതുപോലുള്ള എല്ലാ സോഴ്സുകളും അടയ്ക്കുക, അങ്ങനെ ചൈനയെ ഇൻഡസ്ട്രിയൽ പവർ ആകാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് പവർ അമേരിക്കക്കാളിൽ മുമ്പിൽ വരുന്നൊരു ഇക്കണോമിക് പവർ ആകാതിരിക്കാൻ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ യുദ്ധങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നോർത്ത് സൗത്ത് ആക്സിസ്, ഇറാനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ നോർത്ത് സൗത്ത് ആക്സിസ് പിന്നെ വളരെ ഡിസിസീവാണ്. എന്നുവെച്ചാൽ ഓവർലാൻഡ് റൂട്ടാണ് ഈ പറഞ്ഞ പ്രധാനമായിട്ടും. എന്നുവെച്ചാൽ അമേരിക്കൻ സാമ്രാജ്യ ശക്തിക്ക് സ്വാധീനമുള്ള മാരിടൈം നേവൽ പിന്നെ സോണിനെ ഒഴിവാക്കി അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഈ പറഞ്ഞ ഓവർലാൻഡ്, ഈ പറഞ്ഞ ട്രേഡ് റൂട്ടും അല്ലെങ്കിൽ പൈപ്പ് ലൈനും എനർജി പൈപ്പ് ലൈൻസും ഗ്യാസും അതുപോലെ തന്നെ ട്രേഡ് കോറിഡോഴ്സും ട്രാൻസിറ്റ് ഹബ്സും ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഇറാനാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞുള്ള ഒരു ഈ ഡോർ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഗേറ്റ് കീപ്പർ അല്ലെങ്കിൽ ഗേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ വഴിയാണ് അതിൻ്റെ പ്രധാന കവാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓവർലാൻഡ് റൂട്ട്സ് ഇറാൻ വഴി ആണെങ്കിൽ റഷ്യക്ക് പേർഷ്യൻ ഗൾഫിൽ ഡയറക്റ്റായിട്ട് ആക്സസ് കിട്ടും. അതുപോലെ തന്നെ ഫാസ്റ്റർ ചീപ്പർ ആയിട്ടുള്ള ഈ പറഞ്ഞ ഈ മാരിടൈം കടലിലുള്ള വൾണറബിൾ ആയിട്ടുള്ള ചോക്ക് പോയിന്റ്സ്, അമേരിക്കയുടെ ആധിപത്യത്തിന് കീഴിലുള്ള ചോക്ക് പോയിന്റ്സിനെ അല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്ക ഏത് സമയത്തും നേവൽ ബ്ലോക്കേഡിൽ കൂടി അല്ലെങ്കിൽ അവരുടെ നേവൽ പവറിൽ കൂടെ ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താൻ കഴിയുന്ന ഇന്നത്തെ സാഹചര്യത്തെ മറികടന്ന് അവർക്ക് സ്മൂത്തായിട്ട്, എന്നുവെച്ചാൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഒരു ഭീഷണിയും സമ്മർദ്ദവും ഇല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ആണ് ഇറാനാണ് അതിന്റെ ശരിക്കുള്ള ആക്സസ് ശരിക്കും പറഞ്ഞാൽ ഗേറ്റ് അല്ലെങ്കിൽ ഡോർ, നമ്മൾ പോർട്ടൽ എന്നൊക്കെ പറയും, ഇതിലൊക്കെയുള്ള വാതായനം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇറാന്റെ മേലുള്ള ആക്സസ് കിട്ടുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആണെങ്കിൽ അവർക്ക് ലോകത്തിന്റെ പിന്നെ സാമ്രാജ്യം അല്ലെങ്കിൽ അവരുടെ ഗ്ലോബൽ ലീഡർഷിപ്പ് അവർക്ക് നിലനിർത്താൻ സാധിക്കും. മറിച്ച് ഇറാനും റഷ്യക്കുമാണ് കിട്ടുന്നതെങ്കിൽ അമേരിക്കയൊക്കെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഗ്രാജ്വലി ഈ യുദ്ധം അമേരിക്ക തോക്കുകയാണെന്നിരിക്കട്ടെ, ഈ യുദ്ധം അമേരിക്ക തോക്കുക അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും വിചാരിക്കുന്ന പോലെ ഉള്ള രീതിയിൽ അവർക്കിതിനെ ഈ യുദ്ധത്തിനെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ വളരെ പിന്നെ എന്താ പറയുന്നത്, ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അമേരിക്കയ്ക്കും ഒക്കെ തന്നെ അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന പല രാജ്യങ്ങളും വളരെ ഗ്രാജുവലായിട്ട് ചൈനയുടെ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ചൈനയുടെ ഓർബിറ്റിലേക്ക് പോകാൻ, പ്രത്യേകിച്ച് സൗദി ഉണ്ട്, UAE ഉണ്ട്, ഓൾറെഡി ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയായിട്ട് ഭയങ്കരമായിട്ടുള്ള ഈവൻ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻസ് വരെ
മെയിൻറ്റെയിൻ ചെയ്യുന്ന രാജ്യങ്ങളാണ്. സൗദി ആയാലും UAE ആയാലും അമേരിക്കൻ ക്യാമ്പിലാണെന്ന് പറഞ്ഞാൽ തന്നെയും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയും ഇത് വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഫൈറ്റാണ്, വാറാണ്. ഇത് ഒരു തീർപ്പ് കൽപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കൊറിഡോർ ഈ നോർത്തേൺ യൂറേഷ്യ, അതുപോലെ തന്നെ വാം വാട്ടർ പോർട്സ് ഒക്കെ തന്നെ ഡിസ്റ്റൻസ് ചെയ്യുന്നതാണ്. യൂറേഷ്യൻ ലാൻഡ് മാസും അല്ലെങ്കിൽ ലാൻഡ് റൂട്ടും ഈ പറഞ്ഞ സീയും തമ്മിൽ വലിയ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഇതിനെ ഒരു വിഭാഗം ചൈനയും റഷ്യയും പറയുന്നത് ലാൻഡ് മാസിൽ കൂടെ മറ്റേ അമേരിക്കയുടെ നേതൃത്വത്തിൽ മാരിടൈം ട്രേഡ് അല്ലെങ്കിൽ മാരിടൈം നേവൽ പവർ. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനിയുള്ള ഭാവിയിലെ ഈ ജിയോ പൊളിറ്റിക്കൽ ട്രേഡ് അല്ലെങ്കിൽ ജിയോ എക്കണോമിക്സിനെ റീഷേപ്പ് ചെയ്യുന്ന എന്തായിത്തീരും അല്ലെങ്കിൽ എന്താകണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു യുദ്ധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഈ പറഞ്ഞ ലാൻഡ് ഈ യുറേഷ്യൻ സിസ്റ്റത്തിലേക്ക്, അതായത് ഈസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, റഷ്യ, ഗൾഫ്, ഇതിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയായിരിക്കും ലോകത്തിൻ്റെ അധിപൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് വിട്ടുകൊടുക്കാൻ അമേരിക്ക തയ്യാറല്ല. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും സാറ്റലൈറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാറ്റലൈറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള, ഇനിയിപ്പോൾ ഇറാനോടെ ഉള്ളൂ, വേറെ രാജ്യങ്ങളൊന്നുമില്ല. പാകിസ്ഥാൻ ഉണ്ട്, ചൈനയ്ക്കൊപ്പം നിൽക്കുന്ന പാകിസ്ഥാൻ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം ആർക്കെതിരെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം സോറി, ഇങ്ങനെ ചൈന ഇമർജ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയുടെ സീ കൺട്രോൾ ഇറലവൻ്റ് ആകും. എന്നുവെച്ചാൽ അത് പിന്നെ ആവശ്യമുള്ളൊരു കാര്യത്തിൽ മാറത്തില്ല. ലോകത്തിന് പിന്നെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റു രാജ്യങ്ങൾക്ക് പേടി കൂടാതെ അവർക്ക് അമേരിക്കൻ നേവൽ പവറിനെ പേടിക്കാതെ അവർക്ക് ട്രേഡ് നടത്താനും അവർക്ക് സ്വൈര്യമായിട്ട് വ്യാപാര ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ പിക്ചർ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ എല്ലാ ശക്തികളും കൂടി ഈ യുദ്ധം നടത്തുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നതാണ്. അപ്പോൾ ഈ കോണ്ടിനെന്റൽ ബ്ലോക്ക് ചൈനയുടെ നേതൃത്വത്തിൽ റഷ്യയുടെ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്ക നേടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രേഡ്, ട്രാൻസ്പോർട്ട്, എനർജി, അതുപോലെ തന്നെ മെർച്ചൻഡൈസ്, കമോഡിറ്റീസിൻ്റെ ഒക്കെ ഈ പറഞ്ഞ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിനാണ് ചൈന റോഡ് പണിയുന്നതും എല്ലാ രാജ്യങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചർ പണിയുന്നതും. സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സിലും പാകിസ്ഥാനിലും ഇറാനിലും അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ യുറേഷ്യൻ പ്രദേശമൊക്കെ തന്നെ ചൈന മാസീവായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പണിയുന്നതും റെയിൽവേ പണിയുന്നതും റോഡ് പണിയുന്നതും ട്രേഡ് കോറിഡോർസ് പണിയുന്നതും ഒക്കെ തന്നെ ഈ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. എന്നുവെച്ചാൽ ലോകത്തിലെ ഈ പറഞ്ഞ പ്രദേശങ്ങളെയൊക്കെ തന്നെ ഈസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, റഷ്യ, മിഡിൽ ഈസ്റ്റ്, അതായത് വെസ്റ്റ് ഏഷ്യ, ഗൾഫ്, പിന്നെ അതിനുശേഷം യൂറോപ്പിനെ ഇതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ചൈന ചെയ്യുന്നത്. അപ്പോൾ വെസ്റ്റ് ഏഷ്യ കൺട്രോള് കിട്ടുക എന്നുള്ളത് വളരെ ഇതിനകത്തുള്ള ഡിസിസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വെസ്റ്റ് ഏഷ്യയുടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മിഡിൽ ഈസ്റ്റിൻ്റെ മുകളിൽ ചൈനയ്ക്ക് ഒരു ആധിപത്യം, അല്ലെങ്കിൽ അമേരിക്ക അവിടുന്ന് എന്താ പറയുന്നത്, അമേരിക്കയുടെ സ്വാധീനം അവിടെ ഇല്ലാതാക്കിയിട്ട് ചൈനയ്ക്ക് അവിടെ സ്വാധീനം ഉറപ്പിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലായിരിക്കും ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ. ഒന്നാമത് ക്രിട്ടിക്കൽ മിനറൽ ബേസിൻസ്, എനർജി റിസോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ അവർക്ക് കൺട്രോൾ കിട്ടുക. അതുപോലെ തന്നെ കീ ട്രാൻസ്പോർട്ട് ചോക്ക് പോയിന്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ഈ ഹോർമൂസ് കടലെടുക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ഇറാൻ്റെ അധികാര പരിധിയിലാണെങ്കിലും തീർച്ചയായിട്ടും അവിടെ US-ന്റെ ഇടപെടലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അമേരിക്കൻ നേവൽ പവറിന് മാത്രമേ ഒരു പക്ഷേ അവിടെ ഒരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനെയൊക്കെ മാറ്റി തീർച്ചയായിട്ടും ഈ പറഞ്ഞ കീ ട്രാൻസ്പോർട്ട് ചോക്ക് പോയിന്റ്സ് ഒക്കെ തന്നെ അവർക്ക് ഈ അവരുടെ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കും. ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള കോണ്ടിനെൻ്റൽ ഇൻ്റഗ്രേഷൻ നടത്താൻ പറ്റും. അതുപോലെ തന്നെ നോർത്ത് സൗത്ത് കണക്ടിവിറ്റി, റഷ്യയും ഗൾഫും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ പറഞ്ഞ നോർത്ത് സൗത്ത് കണക്ടിവിറ്റി അമേരിക്കയ്ക്ക് ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അമേരിക്ക ഈ പറഞ്ഞ വെസ്റ്റ് ഏഷ്യയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് മിനറൽസിൻ്റെ എനർജിയുടെ മുകളിൽ കൺട്രോൾ കിട്ടുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ കീ ട്രാൻസ്പോർട്ട് ചോക്ക് പോയിന്റ്സിൻ്റെ
ഡോമിനൻസ് അവർക്ക് നിലനിർത്താൻ സാധിക്കുക, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ഈ ഈസ്റ്റ് വെസ്റ്റ് കോണ്ടിനെന്റൽ ഇന്റഗ്രേഷനെ ബ്ലോക്ക് ചെയ്യാം, ഈ ചൈനയും റഷ്യയും വിചാരിക്കുന്ന പോലുള്ള ഇന്റഗ്രേഷൻ. അതുപോലെ നോർത്ത് സൗത്ത് കണക്ടിവിറ്റി, പിന്നെ റഷ്യ ഗൾഫുമായിട്ട് ബന്ധിപ്പിക്കുകയും അങ്ങനെ റഷ്യക്കും ചൈനയ്ക്കും മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയെ ഒഴിവാക്കിയുള്ള അവരുടെ ഒരു ഡോമിനൻസിനെ, അതിനുവേണ്ടിയാണ് ഇപ്പം ചൈനയെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഗ്രാജുവലായിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതായത് സൗദിയിലായാലും യു എയിലായാലും മറ്റ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലൊക്കെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ യുറേഷ്യൻ ഇക്കണോമിക് സ്പിയർ എന്നുള്ള വലിയ പ്രോജക്റ്റിന്റെ തകിടം മറിക്കുക. അപ്പൊ ഇതിലൊക്കെ ഇറാനാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള റോൾ ഉള്ളത്. അപ്പൊ ഇറാന്റെ മുകളിൽ ആർക്ക് അധികാരം കിട്ടുന്നു അല്ലെങ്കിൽ ആർക്ക് ആധിപത്യം കിട്ടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ പറഞ്ഞ രണ്ട് കൂട്ടരുടെയും പിന്നെ ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീജിയണൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ല, ഇസ്രായേലും ഈ ഇറാനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ല, അതൊരു വലിയൊരു ലാർജർ ജിയോ പൊളിറ്റിക്കൽ ഗെയിം പ്ലാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്തില് നമുക്കൊരു ഏഹ്, എല്ലാ യുദ്ധങ്ങളും ഇങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്രയും റാമിഫിക്കേഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ജിയോ പൊളിറ്റിക്കലാണ് എന്നാൽ തന്നെ ഇത്ര റാമിഫിക്കേഷൻ ഇല്ല. കാരണം ഇന്ത്യക്ക് അങ്ങോട്ടുള്ള ഒരു രീതിയിൽ അഡ്വാൻസ് ചെയ്യാൻ അവന്മാർ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പാകിസ്ഥാനെ നമുക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയുമെങ്കിൽ തന്നെ ഇന്ത്യ അതിന് മുതിരാത്തതും അല്ലെങ്കിൽ ഇന്ത്യക്ക് ജിയോ പൊളിറ്റിക്കലി സാധിക്കാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ ഒരല്പം പാകിസ്ഥാന് യുദ്ധം ചെയ്ത് നമ്മൾ സ്ഥലം ഉം, നമ്മുടെ കൈവശമാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മളെ പോയിക്കെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ള പാകിസ്ഥാന്റെ മുകളിൽ നമുക്കതിനെ നമ്മുടെ സ്വന്തമാക്കി നമ്മുടെ റീജിയണൽ എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇപ്പം ചൈന ഇപ്പം നടത്തുന്ന അല്ലെങ്കിൽ ചൈനയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ഡോമിനൻസും ഒക്കെ തന്നെ ഇന്ത്യക്കും ലഭിക്കും. കാരണം മിഡിൽ ഈസ്റ്റും ഒക്കെ തന്നെ. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പാകിസ്ഥാനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ ഇട്ട് എന്തിനാണ് നമുക്ക് ഈ മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ, അതുപോലെ സെൻട്രൽ ഏഷ്യയിലുള്ള ആക്സസ് നമുക്ക് ഡിനേ ചെയ്യുക ഒരിക്കലും ലഭിക്കരുത്. അതുവഴി ഇന്ത്യയുടെ വികസനം ഒരിക്കലും നടക്കരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെയാണ് പാകിസ്ഥാനെ ഉണ്ടാക്കി അവിടെ ഇട്ടിരുന്നത് മനസ്സിലായി. പിന്നീട് കാശ്മീർ വിഷയം ഉണ്ടായിരുന്നത്. ചൈന ഇപ്പോൾ ഫേസ് ചെയ്യുന്ന അമേരിക്കയിൽ നിന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇത് തന്നെ ശരിക്കും പറഞ്ഞാൽ. എന്നാൽ ഇന്ത്യയും ചൈന ഒരുമിച്ചിരിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. കാരണം രണ്ടും വലിയ രാജ്യങ്ങളാണ്, രണ്ട് രാജ്യങ്ങൾക്ക് അവരായിട്ടുള്ള ആം, വലിയ അംബീഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു രാജ്യത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നിൽക്കത്തുമില്ല. ഇത് ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ വിഷയമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഈ പറഞ്ഞ ഇനിയുള്ള വരും ദശാബ്ദങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിലെ ഗ്ലോബൽ ട്രേഡ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ അധിപൻ ആരായിരിക്കണം എന്നുള്ളത് തീർപ്പ് കൽപ്പിക്കുന്ന യുദ്ധത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചൈന ഇതിനകത്തിൽ റഷ്യയായിട്ട് നിന്നിട്ട് ചൈന ഇതിനകത്തിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അവരുടെ വലിയ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ നിലവിലുള്ള അവരുടെ നേവൽ മാരിടൈം ഡോമിനൻസ് ഇറലവൻ്റ് ആകും. അതിനകത്ത് വലിയ പ്രാധാന്യം കാണത്തില്ല. പ്രാധാന്യം ഇല്ലാതായി കഴിഞ്ഞാൽ അമേരിക്കയുടെ പവറും അതോടുകൂടി തീരും. അമേരിക്കയാണ് മറിച്ച് ഇതിനകത്തിൽ വിജയിയാകാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ദശാബ്ദങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് അവർക്കുള്ള മാരിടൈം പവറും നേവൽ പവറും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ എന്താണ് സാമ്രാജ്യ ശക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വെസ്റ്റ് ഏഷ്യയിലുള്ള ഈ പറഞ്ഞ നമ്മൾ കാണുന്ന ഈ യുദ്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതോടുകൂടി അവസാനിക്കും എന്ന് നമ്മൾ കരുതണ്ട. അത് ഇറാനല്ല ടാർഗറ്റ്. ചൈനയുടെ ഏറ്റവും എന്താണ് അംബീഷ്യസ് ആയിട്ടുള്ള പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഈ 2049 ആകുമ്പോഴത്തേക്ക് അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ നമ്പർ 1 രാജ്യമാകുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം. 100 ഇയർ മാരത്തോൺ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. 100 ഇയർ മാരത്തോൺ 100 വർഷമായിട്ടുള്ള ചൈനയുടെ ഈ യാത്ര. 1949 അവർ ചൈന രൂപീകൃതമായത് മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ചൈന. അപ്പം അന്ന് മുതൽ അവരെടുത്തൊരു പ്രതിജ്ഞയും അല്ലെങ്കിൽ അവരെ ലക്ഷ്യമാക്കി നീങ്ങുന്ന പറഞ്ഞാൽ 100 വർഷമാകുമ്പോഴത്തേക്കും അമേരിക്ക എന്ന് പറയുന്ന വലിയ ശക്തിയെ മറികടന്ന് ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാകുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യമായിട്ട് അവർ അത്രയും ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ചൈന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ഈവൻസിൽ കൂടെ ഇത് രണ്ട് ഇതുവരെ ചൈന ഡയറക്റ്റായിട്ട് യുദ്ധത്തിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഈ പറഞ്ഞ എല്ലാ രീതിയിലും സൈനികരമായിട്ടും അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടും ഒക്കെ തന്നെ സാമ്പത്തികമായിട്ടും ഒക്കെ തന്നെ
സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണ്, റഷ്യയാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഈവൻ റഷ്യക്ക് ഡ്രോണുകളെല്ലാം വിട്ടുകൊണ്ടിരിക്കുന്നത് ഇറാനാണ്. അതുപോലെ തന്നെ തിരിച്ചും ഉം, ഇറാന്റെ മിസൈൽ പ്രോഗ്രാംസും ഡ്രോൺസിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ മറ്റ് സൈനികമായിട്ടുള്ള സഹായങ്ങളൊക്കെ തന്നെ ചൈന നൽകുന്നുണ്ട്. കാരണം ഇറാൻ വീണ് കഴിഞ്ഞാൽ ചൈന ഏകദേശം ഐസൊലേറ്റ് ചെയ്യപ്പെടും. പിന്നെ ചൈനയ്ക്ക് ഈ റഷ്യക്കും പറയത്തക്ക മറ്റ് എന്താണ് സ്വാധീനമുള്ള രാജ്യങ്ങളോ അല്ലെങ്കിൽ മേഖലകളോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാൻ വീഴാതിരിക്കുക എന്നുള്ളത് ചൈനയുടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ യുദ്ധം വളരെ ഡിസിസീവ് ആയിട്ടുള്ളൊരു ഫേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇതിനകത്തുള്ളൊരു റിവേഴ്സലോ അല്ലെങ്കിൽ റോൾ ബാക്കോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞുള്ള യുദ്ധത്തിന്റെ പ്രധാന കാരണം. ഇറാൻ അല്ല, ശരിക്കും പറഞ്ഞാൽ ചൈനയാണ് അവരുടെ ലോങ് ടേം സ്ട്രാറ്റജിക് ടാർഗറ്റ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ്. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ